എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടാമനായിരുന്ന ചെന്നിത്തല, അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ രണ്ടാമനെ വെട്ടി കുഞ്ഞാലിക്കുട്ടി ഒന്നാമനെ വെട്ടി രണ്ടാമനാക്കി. അതെ, പിന്നീട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പക്ഷെ ആ മൂന്നാം സ്ഥാനത്തോ അത്ര സേഫ് അല്ല എന്നുള്ളതാണ് RC പക്ഷം പറയുന്നത്. അതിൽ അവർക്ക് വലിയ ആശങ്കയുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യത്തിൽ. എന്തായാലും നമുക്ക് ശാലിനിയോട് തന്നെ ചോദിക്കാം. മന്ത്രിസഭയിലെ രണ്ടാമനെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നു. PK കുഞ്ഞാലിക്കുട്ടിയെ രണ്ടാമനാക്കിയതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയാണ്. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി മുസ്ലിം ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടിയെ രണ്ടാമനാക്കിയതിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഇത് മനഃപൂർവ്വം എന്നാണ്, അതായത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന അവഗണന എന്നാണ് ചെന്നിത്തല പക്ഷത്തിന് പറയാനുള്ളത്. നമുക്ക് ശാലിനിയോട് ചോദിക്കാം. ശാലിനി, ഈ അവഗണന മനഃപൂർവ്വം എന്ന RC പക്ഷം പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ സാധിക്കും? കാരണം നമ്മൾ ഈ സത്യപ്രതിജ്ഞയിൽ പോലും കണ്ടതാണ് ലീഗ് പ്രാതിനിധ്യം. രണ്ടാമനായി കുഞ്ഞാലിക്കുട്ടി എഴുന്നേറ്റപ്പോൾ തന്നെ വല്ലാത്തൊരു അതൃപ്തി RC പക്ഷത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. ആ അതൃപ്തി ഇപ്പോഴും പുകയുന്നുണ്ട്. രാഖി, തീർച്ചയായും നമുക്കതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവസാന ലാപ്പിലാണ് എങ്കിൽ പോലും ആഭ്യന്തരമന്ത്രിയായിട്ട് എത്തിയ രമേശ് ചെന്നിത്തല അവിടെ രണ്ടാമനായി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ ഇടത് സർക്കാരിന്റെ കാലം നോക്കുകയാണെങ്കിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് എന്നുള്ളത് അത് മുഖ്യമന്ത്രി തന്നെ 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്ത് കൈയാളിയിരുന്ന ഒരു വ്യക്തിയാണ്. അതിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു അന്നത്തെ രണ്ടാമൻ. അത് കെ രാജനായിരുന്നു, CPIയുടെ ഘടകകക്ഷിയുടെ വ്യക്തിയായിരുന്നു. പക്ഷേ കോൺഗ്രസിലേക്ക് തിരിച്ച് വീണ്ടും വരുമ്പോൾ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ഇടയിലാണ്. അതായത് താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകാൻ VD സതീശൻ തയ്യാറായത് എന്നുള്ളതാണ്. അങ്ങനെ മുഖ്യമന്ത്രി കഴിഞ്ഞ് രണ്ടാമനായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് എത്തേണ്ടത്. സാധാരണ അങ്ങനെയായിരുന്നു, അതിൻ്റെ ചട്ടങ്ങളും അതിൻ്റെ ആ ഒരു ഓർഡർ അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തവണ UDF മന്ത്രിസഭയിൽ രണ്ടാമനായി ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷേ പരിഗണനയിൽ എല്ലായിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രധാനമായും അവിടെ രണ്ടാമനായി എത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയും മന്ത്രിയുമൊക്കെയായ PK കുഞ്ഞാലിക്കുട്ടിയാണ്. റവന്യൂ വകുപ്പാണ് നിലവിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വകുപ്പ്. മന്ത്രിമാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കുന്ന സമയത്തും ലിസ്റ്റിൽ രണ്ടാമനായിട്ടുണ്ടായിരുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അത് കഴിഞ്ഞ സെക്രട്ടറിയിലേക്ക് കാര്യങ്ങൾ എത്തും ആകാംക്ഷയോടെ നോക്കിയതും അതാണ് ആരായിരിക്കും രണ്ടാമത്. കാരണം ുമ്പോൾ രണ്ടാമതാണെങ്കിൽ പോലും സത്യം ചെയ്ത് രണ്ടാമതായി ആരായിരിക്കും അധികാരമേക്കുന്നത് അത് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് തുടരാൻ പോകുന്നത് എന്നുള്ളതാണ്. ആ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടത് PK കുട്ടി പേര് വിളിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ RC പക്ഷം ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാനടക്കം രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു മന്ത്രിസ്ഥാനം നൽകിയതിന് പിന്നാലെയൊക്കെ പലതവണ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ ആരാഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കാര്യമായ രീതിയിൽ മുൻപ് പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇക്കാര്യം വന്നതിന് ശേഷം വലിയ രീതിയിൽ മൗനത്തിലാണ്, പ്രതികരിക്കാതിരിക്കുകയാണ്. അത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം RC പക്ഷം കടുത്ത വിമർശനം ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്, വിയോജനം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അത് വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് പോകുമെന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്യുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കസേരയിലേക്ക് VD സതീശനെ ആനയിച്ച VD സതീശനെ എത്തിച്ച ലീഗിന് ഒരു ഉപകാര സ്മരണ എന്നോളം ഇപ്പോൾ ഈ രണ്ടാം സ്ഥാനം എന്നുള്ളത് നമ്മൾ കണക്കാക്കിയിരിക്കുന്നു. കാരണം ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ KC-യിലേക്ക് മുഖ്യമന്ത്രി ചർച്ചകൾ നീളുമായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അതിനിടയിലാണ് മുസ്ലിം ലീഗ് വരികയും VD സതീശനെ അവിടേക്ക് കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തത്. അതിനുള്ള ഒരു പറഞ്ഞു വരുന്നത് ഇപ്പോൾ അധികാരത്തിലേറിയത് VD സതീശൻ സർക്കാരാണെങ്കിലും കടിഞ്ഞാണിരിക്കുന്നത് അത് മുസ്ലിം ലീഗിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ പല കളികളും മുസ്ലിം ലീഗ് കളിക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായി തന്നെയാണ് രണ്ടാം സ്ഥാനം. ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ആടി കളിക്കേണ്ടി വരും. നമ്മളെ ഈ മുസ്ലിം ലീഗിന്റെ ആ ഒരു പദ്ധതിയൊക്കെ ഒന്ന് നമ്മളും പഠിച്ചിരിക്കണം. കാരണം നമുക്കും നിത്യജീവിതത്തിൽ പയറ്റാമെന്നേ, നമുക്കും വേണമെങ്കിൽ രണ്ടാമതാകാം, ഒന്നാമതാകാം, കുതികാൽ വെട്ടാം, അങ്ങനെ പല രീതിയിലുള്ള തന്ത്രങ്ങളും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും പഠിക്കാൻ സാധിക്കും. ഞാൻ വളരെ സീരിയസ് ആയി തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ചില പ്രേക്ഷകർ കമന്റ് ബോക്സിൽ സ്നേഹം നിറയ്ക്കുന്നുണ്ട്, കുസൃതിയോടുകൂടിയുള്ള കമന്റുകളുണ്ട്. രാഖി, നമുക്ക് രണ്ടുപേർക്ക് ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ അശ്വതിയുടെ ശാരീരിക പ്രശ്നം മാറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, കിച്ച് ഉണ്ട്. പിന്നെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, അതായത് ഇവിടെ ജനം TVയിൽ ഒരു ആരോഗ്യ വകുപ്പ് വേണമെന്ന്. എന്തായാലും നമുക്കിത് നമ്മുടെ ചീഫ് എഡിറ്റർ പ്രദീപ് സാറിനോട് പറയാവുന്നതാണ്. കാരണം ഇവിടെ എല്ലാവർക്കും വയ്യ. അപ്പോൾ എന്തായാലും ഈ കാലാവസ്ഥയുടെയൊക്കെ ആയിരിക്കും. അതെ, പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങളും
ഒന്ന് കരുതിയിരിക്കുക, മഴക്കാലമാണല്ലോ. അതെ അതെ, തമ്മിലടിച്ച് 5 വർഷം പോകും, ഇവിടെ വല്ലതും നടക്കുമോ? ഇത് തന്നെയാണ് ചേട്ടാ എൻ്റെ സംശയം. ശശി ചേട്ടനാണ് ചോദിക്കുന്നത്. അത് തീർത്തും വളരെ മികച്ച ഒരു സംശയമാണ്. അപ്പം വീട് അനുവദിച്ചത് കൊണ്ട് പൊതുശല്യം മാറത്തില്ല എന്ന് കരുതരുത്. മന്ത്രിമാർ ആവശ്യപ്പെടുന്ന വകുപ്പുകളിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് വളരെ വലുതാണ്. അത് അടിച്ചു മാറ്റാനുള്ള വെപ്രാളമാണ് ചില പ്രത്യേക വകുപ്പുകൾ ആവശ്യപ്പെടാനുള്ള നാടകം നടക്കുന്നത്. PRP കുറിപ്പിന്റെ കമന്റാണ് കേട്ടോ.